ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളും എന്നാൽ വളരെ ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. റാഗി കൊണ്ടുള്ളൊരു ചപ്പാത്തിയാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടൊരു ചപ്പാത്തിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഷോപ്പിൽ നിന്നെല്ലാം പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന റാഗിപ്പൊടിയാണ്. റാഗിപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും തരിയില്ലാത്ത പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക. തരിയുള്ള പൊടിയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ഉപയോഗിക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല നൈസായിട്ട് ഒട്ടും തരിയില്ലാത്ത പൊടിയാണ്. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് പൊടി വെച്ചിട്ടാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. 1 കപ്പ് പൊടി കൊണ്ട് നമുക്കൊരു മീഡിയം സൈസിൽ 8-9 ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ 1.25 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് മാവിന് 1.25 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അതിനുശേഷം പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടി ഇട്ടതിന് ശേഷം സ്പൂണോ സ്പാറ്റിലയോ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പൊടിയിലുള്ള വെള്ളമെല്ലാം വറ്റി നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം പാൻ മൂടി ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടെല്ലാം കുറഞ്ഞിട്ട് കൈകൊണ്ട് കുഴക്കാനുള്ളൊരു പാകമായിട്ടുണ്ട്. കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഈ മാവ് ഞാൻ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ടൊന്നും വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ സമയത്തും മാവിന് നല്ല ചൂടുണ്ട്. അപ്പം നമുക്ക് കൈ വേണമെങ്കിൽ കുറച്ച് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചൂടോടുകൂടെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. എന്നാലേ ചപ്പാത്തി നല്ല മയമായിട്ട് കിട്ടിയുള്ളൂ. കൈ ഇടക്ക് വേണമെങ്കിൽ ഒന്ന് തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ കൈ ഒന്ന് തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പം നല്ല സ്മൂത്തായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ചപ്പാത്തി മാവ് ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് നീളത്തിൽ ഉരുട്ടിയെടുക്കാം. ഇനി ഉരുട്ടിയെടുത്ത മാവിൽ നിന്ന് കുറേശ്ശെ മാവ് കയ്യിലെടുത്ത് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. എല്ലാ മാവും നമുക്കിതുപോലെ തന്നെ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്ത മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പാനിലിട്ട് മൂടി വെക്കാം. അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വിട്ടാലും മതി. ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ചപ്പാത്തി പലയിലേക്ക് കുറച്ച് പൊടി തൂക്കി കൊടുക്കാം. ഇനി ഒരു ഉരുള മാവ് എടുത്തിട്ട് അതിൻ്റെ സൈഡെല്ലാം ചപ്പാത്തി പലയിൽ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കയ്യിൽ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതിന് ശേഷം ചപ്പാത്തി നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വട്ടത്തിലുള്ള ഒരു ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ അതിൻ്റെ മൂടിയോ വെച്ചിട്ട് ചപ്പാത്തിയുടെ മുകളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ടിഫിൻ ബോക്സ് മാറ്റിയതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള മാവെല്ലാം നമുക്ക് കൈകൊണ്ട് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള ചപ്പാത്തി നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ചപ്പാത്തി ഇട്ട് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് കുമളകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തിയുടെ പുറത്ത് സ്പൂണോ ചട്ടവും കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചപ്പാത്തി നന്നായിട്ട് കുമളച്ച് വരും. നിങ്ങളിപ്പോൾ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒട്ടും എണ്ണയില്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കാം. ഞാൻ സ്വല്പം എണ്ണ ഇതിൻ്റെ പുറത്തേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം മറ്റേ സൈഡിലും കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. വളരെ സോഫ്റ്റും നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായി നമ്മുടെ റാഗി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പഞ്ഞ് പോലത്തെ ചപ്പാത്തിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.